PSC നോട്ട്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിക്സിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളും ചട്ടങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. എല്ലാ ചോദ്യങ്ങളും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്താണ് ഉപഭോഗം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്. ഉപഭോക്താവ് ആരാണ്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെയാണ് ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഉപഭോഗം എന്നാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഉപഭോക്താവ് എന്നാൽ വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനങ്ങളോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെയാണ് ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്ന് പറയുന്നത്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം. ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം ഇവ മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിനെ പറയുന്നതാണ് സംതൃപ്തി. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിനെ പറയുന്നതാണ് സംതൃപ്തി. സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയാൽ അതിനെ സംതൃപ്തി എന്ന് പറയുന്നു. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്: നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. മഹാത്മാഗാന്ധികളുടെ വാക്കുകളാണിത്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഉപഭോക്താവാണ്. അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. അടുത്തതാണ് ഉപഭോക്തൃ കോടതികൾ അഥവാ കൺസ്യൂമർ കോർട്ട്. ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുന്നതിൽ ഉപഭോക്തൃ കോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് ഉപഭോക്തൃ കോടതികൾക്ക് കഴിയുന്നുണ്ട്. ഉപഭോക്തൃ കോടതികൾ എന്നാൽ ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താന്ന് നോക്കാം. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സേവനങ്ങൾ, സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കുകയും ചെയ്ത നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള കോടതികളാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിലവിലുള്ളത് 3 തരത്തിലുള്ള ഉപഭോക്തൃ കോടതികളാണ്. ഇന്ത്യയിൽ 3 തരത്തിലുള്ള ഉപഭോക്തൃ കോടതികളുണ്ട്. ദേശീയ ഉപഭോക്തൃ കോടതി, സംസ്ഥാന ഉപഭോക്തൃ കോടതി, ജില്ലാ ഉപഭോക്തൃ കോടതി. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം എന്താന്ന് നോക്കാം. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളുമുണ്ട്. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. 20 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കുന്നു. അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 2 അംഗങ്ങളുമുണ്ട്. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുതൽ 1 കോടി വരെയുള്ള തർക്കങ്ങളെ തീർപ്പ് കൽപ്പിക്കുന്നു. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളുമുണ്ട്. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്.
1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. 20 ലക്ഷം രൂപ വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം. 20 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. 1 കോടിക്ക് മുകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും 4 കുറയാത്ത അംഗങ്ങളും കാണും. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലും ജില്ലാ കമ്മീഷനിലും പ്രസിഡന്റും 2 അംഗങ്ങളും കാണും. ഒരംഗമെങ്കിലും വനിതയായിരിക്കണം. ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അഥവാ പോരായ്മകൾ സംഭവിക്കുക, വിവിധ സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക, നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക, മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക, ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാതെയോ ആയ സാധനങ്ങൾ വിൽക്കുക, ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക, വിൽപ്പന ത്വരിതപ്പെടുന്നതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഈ സന്ദർഭങ്ങളിലെല്ലാം പരാതികൾ നൽകാവുന്നതാണ്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം പോലെ തന്നെ പ്രാധാന്യമുള്ള കുറച്ച് നിയമങ്ങളും കൂടിയുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധന വിൽപ്പന നിയമം 1930. സാധന വിൽപ്പന നിയമം 1930 സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന നിയമമാണ് സാധന വിൽപ്പന നിയമം 1930. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കുള്ള ഗ്യാരണ്ടി, വാറണ്ടി, അതുപോലെ വിൽപ്പനയ്ക്ക് ശേഷമുള്ള സർവീസ്, ഇതിലൊക്കെ എന്തെങ്കിലും ലംഘനമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സാധന വിൽപ്പന നിയമത്തിൽ പെടുന്നു. 1930 സാധന വിൽപ്പന നിയമത്തിൽ പെടുന്നു. അടുത്തൊരു നിയമമാണ് കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമം. അത് കാർഷികോൽപ്പന്ന നിയമം 1937. ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. കാർഷികോൽപ്പന്ന നിയമം ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് 1937 കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമമാണ്. അടുത്തൊരു നിയമമാണ് അവശ്യസാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷണം നൽകുന്ന നിയമമാണ് അവശ്യസാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് അവശ്യസാധന നിയമം 1955. അടുത്ത നിയമമാണ് അളവുതൂക്ക നിലവാര നിയമം 1976. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കൽ തടയുന്നതിനുള്ള നിയമമാണ് അളവുതൂക്ക നിലവാരം നിയമം 1976. അളവിലും തൂക്കത്തിലും കബളിപ്പിക്കൽ തടയുന്നതിനുള്ള നിയമം അളവുതൂക്ക നിലവാര നിയമം 1976. അളവുതൂക്ക നിലവാരം ഉറപ്പുവരുത്താനുള്ള വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ കീഴിലാണ് അളവുതൂക്ക നിലവാരം വരുന്നത്. അടുത്തത് കുറച്ച് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉൽപ്പാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള സ്ഥാപനമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI. ഉൽപ്പാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പു നൽകുന്നതിനുള്ള സ്ഥാപനമാണ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI. അടുത്തൊരു വകുപ്പ് നോക്കാം. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള വകുപ്പാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള വകുപ്പാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന വകുപ്പ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന വകുപ്പാണ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. മരുന്നുകളുടെ ഗുണമേന്മയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള വകുപ്പ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന വകുപ്പാണ് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. അടുത്തത് ISI മുദ്ര നൽകുന്ന ഓർഗനൈസേഷൻ ഏത്? BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ISI മുദ്ര നൽകുന്ന ഓർഗനൈസേഷനാണ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്.
ലോകമാകെയുള്ള ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സ്ഥാപനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ലഭിക്കുന്ന ഗുണമേന്മ സാക്ഷ്യമായ ISOയുടെ പൂർണ്ണരൂപമാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ലോകമാകെയുള്ള ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സ്ഥാപനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ലഭിക്കുന്ന ഗുണമേന്മ സാക്ഷ്യമായ ISOയുടെ പൂർണ്ണരൂപമാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISI മുദ്ര നൽകുന്നത് BIS. ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സ്ഥാപനങ്ങളുടെ ഗുണമേന്മയ്ക്ക് സാക്ഷ്യമായ ISOയുടെ പൂർണ്ണരൂപമാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് രാജ്യാന്തര തലത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് CE. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് രാജ്യാന്തര തലത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് CE ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്ന ചിഹ്നമാണ് CE. അടുത്തത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ACMAR. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നം ACMAR. അടുത്തത് പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം നിലവാരം സാക്ഷ്യപ്പെടുത്തുന്ന FPOയുടെ പൂർണ്ണരൂപമാണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ. പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം നിലവാരം സാക്ഷ്യപ്പെടുത്തുന്ന FPOയുടെ പൂർണ്ണരൂപമാണ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ. ആദ്യം കാണിച്ചിരിക്കുന്നതാണ് BISൻ്റെ സിമ്പല്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നു. അടുത്തത് CE ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്താനുള്ള ചിഹ്നമാണത്. അടുത്ത ചിഹ്നമാണ് ACMAR. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനുള്ള ചിഹ്നമാണ് ACMAR. അടുത്തതാണ് ISI മുദ്ര. വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാൻ പറ്റും. അടുത്തതാണ് ISO ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നു. ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും ISO അംഗീകാരം നൽകുന്നു. അടുത്ത ചിഹ്നം സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ ഈ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുന്നു. സസ്യവസ്തുക്കളാണെങ്കിൽ പച്ച നിറവും സസ്യേതര ആഹാര വസ്തുക്കളാണെങ്കിൽ ചുവപ്പ് നിറവുമാണ് ചിഹ്നം. അടുത്തത് FPO പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് FPO. ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നാണ് എൻ്റെ ഫുൾ ഫോം. UNൻ്റെ ഇന്ത്യൻ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച് മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷമാണ് 1985. UNൻ്റെ ഇന്ത്യൻ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച് മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം 1985. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1986 ഡിസംബർ 24. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത് ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. അന്തർദേശീയ ഉപഭോക്തൃ ദിനമാണ് മാർച്ച് 15. അന്തർദേശീയ ഉപഭോക്തൃ ദിനം മാർച്ച് 15. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. അന്തർദേശീയ ഉപഭോക്തൃ ദിനം മാർച്ച് 15. ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് സഹായിക്കുന്നത് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നാൽ ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.